പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ രാജ്യത്ത് പാചകവാതക ക്ഷാമം അതിരൂക്ഷം. ഇന്ധന പ്രതിസന്ധി കടുത്തതോടെ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ഹോട്ടലുകൾ. റീഫില്ലിംഗ് മാനദണ്ഡങ്ങളിലടക്കം കേന്ദ്രം മാറ്റം വരുത്തിയതോടെ വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് ഉറപ്പാണ്. LPG ക്ഷാമം എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിലാണ് ഗാർഹിക ഉപഭോക്താക്കളും. ക്ഷാമമില്ലെന്ന് പറയുമ്പോഴും പ്രതിസന്ധി പരിഹരിക്കാൻ LPG വിതരണത്തിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് കേന്ദ്രം. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ അടുക്കളകളിലേക്ക് എത്തിയിരിക്കുകയാണ്. LPG സിലിണ്ടറിന്റെ വിതരണത്തിൽ നിയന്ത്രണം വന്നാൽ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് കേരളത്തിലെ ഓരോ വീട്ടമ്മയ്ക്കും ചോദിക്കാനുള്ളത്. വിറകടുപ്പുകളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യവും സിറ്റിക്കുള്ളിൽ ജീവിക്കുന്നവർക്കില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് ചെയ്യുക എന്നതാണ് ചോദ്യം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ രൂക്ഷമായ ഊർജ്ജ പ്രതിസന്ധി നമ്മുടെ അടുക്കളകളിലേക്കും എത്തുകയാണ്. LPG വിതരണം നിലച്ചാൽ എല്ലാം താളം തെറ്റും. വീണ്ടും വിറകടുപ്പിലേക്ക് മാറേണ്ടി വരുമോ എന്നാണ് ഗാർഹിക ഉപഭോക്താക്കളുടെ ആശങ്ക. ഇപ്പം തന്നെ രാവിലെ ചായയുടെ ബസ്സിൽ ഗ്യാസ് ഇല്ല, നമുക്ക് ഇവിടെ അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യവും ഇല്ല. ഇവിടെ എന്ത് ചെയ്യാൻ സിലിണ്ടർ ഗ്യാസ് കിട്ടാതെ ഒരു രക്ഷയില്ല. പാചകവാതക സിലിണ്ടറുകളുടെ വിതരണത്തിൽ നിയന്ത്രണങ്ങൾ വന്നതോടെ ഹോട്ടലുകളുടെ പ്രവർത്തനവും അവതാളത്തിലായി. ആവശ്യത്തിന് വാണിജ്യ സിലിണ്ടറുകൾ ലഭ്യമാകാതെ വന്നതോടെ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ഹോട്ടലുകൾ. വരും ദിവസങ്ങളിലും ചെറുതല്ലാത്ത പ്രതിസന്ധിയാണ് നമ്മൾ നേരിടേണ്ടി വരിക. ഇതേ അവസ്ഥ തുടർന്നാൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. ഗ്യാസ് അവർ തരാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ നാളെ തിറക്കാൻ പറ്റത്തുള്ളൂ. ആ കണ്ടീഷനിലോട്ടാണ് ഇപ്പം മാറിയിരിക്കുന്നത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ പലയിടത്തും ഹോട്ടലുകൾ അടച്ചുപൂട്ടി തുടങ്ങി. പ്രതിസന്ധിക്ക് പിന്നാലെ ഭക്ഷണശാലകൾക്ക് നാഷണൽ റെസ്റ്റോറന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകി. മെനുവിൽ നിയന്ത്രണം നടപ്പിലാക്കണം. കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാവുന്ന വിഭവങ്ങൾക്ക് മുൻഗണന നൽകണം. ഇന്ധനം ലാഭിക്കുന്ന രീതികൾ സ്വീകരിക്കുക, പാചക രീതിയിൽ മാറ്റം വരുത്തുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഗ്യാസിന് പകരമായി ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൂട്ടാനും ഉപഭോക്താക്കളുമായി കൃത്യമായ ആശയവിനിമയം നടത്തണമെന്നും NRAI ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം വീടുകളെയും ഹോട്ടലുകളെയും മാത്രമല്ല പൊതുശ്മശാനങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ സ്മൃതിപഥത്തിൽ സംസ്കാര ചടങ്ങുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്നലെ മാത്രം 4 മൃതദേഹങ്ങളാണ് തിരിച്ചയക്കേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. കോഴിക്കോട് കോർപ്പറേഷന് കീഴിലെ സ്മൃതിപഥം ശ്മശാനത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. സിലിണ്ടറുകൾ ലഭിക്കാതായതോടെയാണ് ശ്മശാനം അടച്ചത്. 2 ദിവസം മുൻപാണ് അവസാനമായി സിലിണ്ടറുകൾ ലഭിച്ചത്. ഇന്നലെ 4 മൃതദേഹം തിരിച്ചയച്ചു. പുതുതായി സിലിണ്ടറുകൾ ലഭിച്ചാൽ മാത്രം ബുക്കിംഗ് പുനരാരംഭിച്ചാൽ മതിയെന്നാണ് തീരുമാനം. ശ്മശാനങ്ങളെ അവശ്യ സർവീസ് പട്ടികയിൽ ഉൾപ്പെടുത്തി സിലിണ്ടറുകൾ നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ കളക്ടർക്ക് കത്ത് നൽകി. നിലവിൽ തൽക്കാലം പ്രവർത്തിക്കാനുള്ള കുറച്ച് കുറ്റികൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ശ്മശാനം ഒരു അവശ്യ സർവീസായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സിലിണ്ടർ ലഭ്യമാക്കാൻ ഏജൻസികൾക്ക് നിർദ്ദേശം കൊടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇന്ധനക്ഷാമം കടുക്കുമെന്നുറപ്പായതോടെ അവശ്യ സേവന പരിപാലന നിയമം പ്രയോഗിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 5 സിലിണ്ടറിൽ കൂടുതൽ കൈവശം വെച്ചാൽ നടപടിയെടുക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. രാജ്യത്തെ വിവിധ മേഖലകളെ ഊർജ്ജ പ്രതിസന്ധി പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. രാജ്യം ഇന്ധനക്ഷാമം നേരിടുന്നില്ലെന്നും തടസ്സമില്ലാതെ ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. പരമാവധി LPG ഉൽപ്പാദിപ്പിക്കാൻ റിഫൈനറികൾക്കും പെട്രോ കെമിക്കൽ യൂണിറ്റുകൾക്കും പെട്രോളിയം മന്ത്രാലയം നിർദ്ദേശം നൽകി. ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധന സർചാർജ് ഈടാക്കാൻ ഒരുങ്ങുകയാണ് വിമാന കമ്പനികൾ. ഇന്ധന സർചാർജ് ഈടാക്കുമെന്ന് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും അറിയിച്ചു. നാളെ മുതൽ ടിക്കറ്റ് തുകയ്ക്കൊപ്പമാണ് സർചാർജ് ഈടാക്കുക. ഇതോടെ വിമാന കൂലിയും വർദ്ധിക്കും. നാളെ പുലർച്ചെ 1 മുതൽ ബുക്ക് ചെയ്യുന്ന ആഭ്യന്തര സർവീസുകളിലെ ടിക്കറ്റുകൾക്കൊപ്പം 399 രൂപ അധികമായി ഈടാക്കും. പശ്ചിമേഷ്യൻ ഗൾഫ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഫ്ലൈറ്റുകൾക്ക് $10 അധികമായി ചുമത്തും. എയർ ഇന്ത്യയുടെ ചുവടുപിടിച്ച് മറ്റ് കമ്പനികളും വൈകാതെ ഇന്ധന സർചാർജ് പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.